നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹി ഈസ് ദ ഗോഡ് ഹു റിസ്റ്റോഴ്സ്. സകലതിനെയും പുതുതാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അമേസിംഗ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് മോശം കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതിനെ ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ദാറ്റ്സ് വൈ വി ആർ ഹിയർ. നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മളെല്ലാവരും ഏറ്റവും സൂപ്പർ ആയതുകൊണ്ടല്ല, ഏറ്റവും മോശമായതിൽ നിന്ന് നല്ലതിനെ ഉണ്ടാക്കുവാനുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കഴിവിൻ്റെ പര്യായമാണ് നാം ഓരോരുത്തരും. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നശിച്ചു പോയതിനെ റെസ്റ്റോർ ചെയ്യുമ്പോൾ പഴയ കണ്ടീഷനിലേക്കല്ല റെസ്റ്റോർ ചെയ്യുന്നത്, അതിനേക്കാൾ മഹത്വകരമായിട്ടാണ് റെസ്റ്റോർ ചെയ്യുന്നത്. ഹല്ലേലൂയ. നഷ്ടമായി പോയതിനെ തിരികെ കൊണ്ടുവരുമ്പോൾ പഴയ സ്ഥാനത്തേക്കല്ല, അതിലും മേൽത്തരമായ തലത്തിലേക്കാണ് റെസ്റ്റോർ ചെയ്യുന്നത്. ഹല്ലേലൂയ. ബൈബിളിലുടനീളം നോക്കിയാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ബൈബിളിൻ്റെ തന്നെ കംപ്ലീറ്റ് സ്റ്റോറി നോക്കിയാൽ റെസ്റ്റോറേഷനാണ്. ആദ്യം മുതൽ അന്ത്യം വരെ നോക്കിയാൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ റെസ്റ്റോറേഷനാണ് ബൈബിളിലെ ആകെ തുക. ഒരു തീം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൈബിളിന്റെ തീം എന്ന് ചോദിച്ചാൽ റെസ്റ്റോറേഷനാണ്. നമ്മുടെ ദൈവം റെസ്റ്റോറേഷന്റെ ദൈവമാണ്. റെസ്റ്റോറേഷൻ എന്ന വാക്കിനർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ പുതുതാക്കുന്ന ദൈവം. നഷ്ടമായെന്ന് കരുതുന്നതിനെ പഴയതിലും മഹത്വമാക്കി മാറ്റുന്ന ദൈവം, അതാണ് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഈ ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നിമിഷമാണ്. കാരണം എൻ്റെ ദൈവമായ ആ വ്യക്തി എൻകൗണ്ടർ ചെയ്യുന്ന നിമിഷം ആ വ്യക്തിയുടെ ലൈഫ് റെസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. കാരണം എൻ്റെ ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് റെസ്റ്റോർ ചെയ്യാന്നുള്ളത്. അതിനുവേണ്ടി ഈ തകർക്കപ്പെട്ട, ഉടയ്ക്കപ്പെട്ട മനുഷ്യൻ, വീണുപോയ മനുഷ്യൻ, എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ, അവൻ്റെ ഭാഗത്ത് ഒന്നും ചെയ്യാനില്ല. അവൻ ഈ റെസ്റ്റോർ ചെയ്യുന്ന ദൈവമായി ഒന്ന് കൂട്ടിമുട്ടിയാൽ മതി, എൻകൗണ്ടർ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഹി വിൽ റിസ്റ്റോർ. ഹല്ലേലൂയ. കംപ്ലീറ്റ്ലി റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മോസ്റ്റ് ഓഫ് ദ ഗോസ്പൽ മീറ്റിംഗ് നോക്കിയാലും, ഏത് സുവിശേഷ പ്രസംഗം നോക്കിയാലും 90% മെസ്സേജും മീറ്റിങ്ങുകളുടെയും പ്രസംഗത്തിൻ്റെ തുടക്കം എങ്ങനെ ആയിരിക്കും? മനുഷ്യൻ പാപം ചെയ്തു. നമ്മളെല്ലായിടത്തും പലപ്പോഴും കേൾക്കുന്നതാണ് മനുഷ്യൻ പാപം ചെയ്തു. അങ്ങനെ ഒരു പ്രസംഗം എനിക്ക് തോന്നുന്നു ഇങ്ങനെ തുടങ്ങും പോലെയാണ്, ആദിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. സത്യത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവണമെങ്കിൽ തന്നെ ഒരു കാർ ഉണ്ടാവണം. ഒരു കാർ ഉണ്ടാവണമെങ്കിൽ കാർ ഉണ്ടാക്കിയ ഒരു എഞ്ചിനീയർ ഉണ്ടാവണം. ശരിയല്ലേ? മനുഷ്യൻ വീണു എന്ന് പ്രസംഗിച്ചു തുടങ്ങിയതിന് മുമ്പായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നും ആ മനുഷ്യൻ സൃഷ്ടിച്ച ദൈവം എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. സ്റ്റോറി ബിഗിൻ ചെയ്യേണ്ടത് ആക്സിഡന്റിലല്ല, ദ ഒറിജിനൽ ഡിസൈൻ. ദൈവം എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തു, ആര് നമ്മൾ ഡിസൈൻ ചെയ്തു, ഇതാണ് സ്റ്റോറിയുടെ ബിഗിനിങ്. കാരണം എങ്കിലേ നമുക്കൊരു പ്രത്യാശയുള്ളൂ, നമുക്കൊരു ഹോപ്പുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും പലരും കേൾക്കുന്ന ആദ്യമേ വീഴ്ചയാണ്. പക്ഷേ മനുഷ്യൻ്റെ തുടക്കം അവിടെയല്ല. നമ്മുടെ തുടക്കം ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ദൈവം നമ്മളെ മനോഹരമായി ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത എഞ്ചിനീയറായ ദൈവത്തെ നമ്മൾ അറിയണം. നമ്മളെ ദൈവം എങ്ങനെയാണ് ഒറിജിനലി ഡിസൈൻ ചെയ്തതെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. കാരണം ഒരു കാറ്, അതൊരു BMW ആയിരിക്കാം, അത് വന്നിങ്ങനെ ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തിരികെ ഏതെങ്കിലും ഒരു ഓൾട്ടോ കാറാക്കി പണിതാൽ പോരാ. എങ്ങനെയെങ്കിലും നിരത്തിൽ ഓടിക്കുന്ന ഒരു ഒമിനിയാക്കിയാൽ പോരാ, അതിനെ BMW ആയിട്ട് തന്നെ റീസ്റ്റോർ ചെയ്യണം. പലപ്പോഴും ഇന്ന് മനുഷ്യൻ തൻ്റെ ഒറിജിനൽ ഡിസൈൻ അറിയാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാൻ പാടുപെടുകയാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും തൻ്റെ ഒറിജിനൽ ഓതന്റിക് ഡിസൈൻ ചെയ്ത ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞ മനുഷ്യൻ പോലും അവൻ്റെ മനോഹാരിത തിരിച്ചറിയാതെ, അവൻ്റെ ഒറിജിനൽ ഡിസൈനെ തിരിച്ചറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ദൈവത്തിന് പോലും നമ്മളെ റെസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ മാറിപ്പോകുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ പോലും അതിനൊരു ആഗ്രഹം വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു BMW കാർ ഓടിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ അതിൻ്റെ ഓണർ, അദ്ദേഹം ഒരു കാർ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അതിനെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്തു. ആ കാറിനെ ഒന്ന് പണിയാനായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ വന്നു, കാറ് പണിത് കിട്ടിയിട്ടുണ്ട്, പോയി വാങ്ങാൻ. പോയി കാണുമ്പോൾ ഒരു ഓൾട്ടോ കാർ പുതുതുപോലെ ഇരിപ്പുണ്ട്. അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവും? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം നന്നായിട്ട് അറിയാം തൻ്റെ കാർ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. തൻ്റെ കാറിൻ്റെ ഡിസൈൻ അറിയാം, ക്വാളിറ്റി അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും വേറൊന്നിലും തൃപ്തിയാവത്തില്ല. അദ്ദേഹം പറയും, എൻ്റെ കാർ ഇങ്ങനെയല്ല.
പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഓതന്റിക് ഡിസൈൻ അറിയാതെ പോയി. ആദിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നല്ല, ആദിയിൽ ദൈവം നമ്മളെ എത്ര മനോഹരമായി സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമ്മളെ ദൈവം എന്തുമാത്രം മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. ഇന്ന് പലപ്പോഴും ഭൂരിഭാഗം ക്രിസ്ത്യാനികൾക്കും വീഴ്ചയെക്കുറിച്ച് അറിയാം, മനുഷ്യൻ വീണതിനെ കുറിച്ച് അറിയാം, പാപം ചെയ്തതിനെ കുറിച്ച് അറിയാം, സാത്താനെ കുറിച്ച് ഭയങ്കര അറിവാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ പലപ്പോഴും വിഷമകരമായൊരു കാര്യം വിചാരിക്കുന്ന വെച്ചാൽ മനുഷ്യൻ ഒരിക്കലും തൻ്റെ ഒറിജിനൽ ഡിസൈൻ പലർക്കും അറിയത്തില്ല. എങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും നമ്മളെ ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നതെന്നും പലർക്കും ബോധ്യമില്ല, തിരിച്ചറിവില്ല. കാരണം പല പ്രസംഗങ്ങളും പലപ്പോഴും സംസാരിക്കുന്നത് വീഴ്ചയെക്കുറിച്ചാണ്. എന്നാൽ എൻ്റെ ദൈവം, നമുക്കറിയാം, ഈ ബൈബിളിൻ്റെ ഉടനീളം കാണാൻ പറ്റും, വീണ മനുഷ്യനെ, തകർന്നു പോയ മനുഷ്യനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല, അവൻ്റെ പുറകെ പോയി അവനെ പഴയതിലും മേൽത്തരമായി റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമാണ്. ഒരു ഉദാഹരണം നോക്കി, ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കി. യേശു പറഞ്ഞ ഒരു കഥയാണ് മുടിയനായ പുത്രൻ്റെ കഥ. ആ മകൻ, ഇളയ മകൻ അപ്പൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അവൻ എങ്ങനെയോ ജീവിച്ചു, വേശ്യകളിലൂടെ തൻ്റെ ജീവൻ നശിപ്പിച്ചു, താൻ സമ്പത്ത് മുഴുവൻ ഇല്ലാതായി കളഞ്ഞു, പന്നികളുടെ കൂടെ പോയി കിടന്നു, പന്നികളുടെ ഭക്ഷണം കഴിച്ചു, താൻ മനുഷ്യക്കോലമല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പക്ഷെ ആ മനുഷ്യൻ്റെ അകത്ത് ഒരു ദിവസം സുബോധം ഉണ്ടായി. എന്തുണ്ടായി? സുബോധം. എന്താ സുബോധം? താൻ ആരാണ്, തൻ്റെ അപ്പൻ ആരാണ്, തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, താൻ എങ്ങനെ ജീവിച്ചവനാണ്. ഈ ബോധ്യമാണ് മനുഷ്യനുള്ളിലേക്ക് ആദ്യം കൊടുക്കേണ്ടത്. നീ എങ്ങനെയുള്ള വ്യക്തിയാണ്, അവൻ എത്ര മോശമാണ് എന്നല്ല പഠിപ്പിക്കേണ്ടത്. പകരം നീ ഇന്ന് ഇരിക്കുന്ന ചിലപ്പോൾ ഒരു അഡിക്ഷനിലായിരിക്കാം, ഇന്ന് ചിലപ്പോൾ നിനക്ക് മാറ്റാൻ പറ്റാത്തൊരു സ്വഭാവത്തിലായിരിക്കാം നീ പെട്ടുപോയിരിക്കുന്നത്. ചിലപ്പോൾ ഈ ലോകപരമായി നീ ജീവിച്ച് നശിച്ച വ്യക്തിയായിരിക്കാം. പക്ഷേ നീ എത്ര മോശമാണെന്നല്ല ഗോസ്പൽ, സുവിശേഷം പറയുന്നത്. നീ എത്ര മോശമായിട്ടാണ് ഇന്ന് ജീവിക്കുന്നതെങ്കിലും, ഇന്ന് ഏത് പന്നിക്കുട്ടിൻ്റെ അവസ്ഥയിലാണെങ്കിലും നിനക്കൊരു അപ്പനുണ്ട്, നിനക്കൊരു ഭവനമുണ്ട്, നീ എവിടെ ജീവിക്കേണ്ടവനാണ്, നിന്റെ രാജകീയ പ്രൗഢി എന്താണ്? ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇതാണ് വ്യക്തികൾക്ക് സുബോധം കൊണ്ടുവരുന്നത്. ഈ മനുഷ്യന് അത് പെട്ടെന്നൊരു സുബോധം ഉണ്ടായി. തൻ്റെ അപ്പൻ്റെ വീട് സ്വപ്നം പോലെ തോന്നുന്നു. ഞാൻ എവിടെ ജീവിച്ചവനാണ്, അവിടെ നിന്നാണ് ഞാൻ ഇന്ന് കിടക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയത്. ആ ഒറ്റ തോട്ട് ആ മനുഷ്യനെ തിരികെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഭവനത്തിലേക്ക് പോകുമ്പോഴും മാനുഷികമായ അവൻ്റെ കുറവുകൾ, അവൻ്റെ കഴിഞ്ഞകാല ജീവിതം അവനോട് പറഞ്ഞു, നീ ഇനി പഴയ അപ്പൻ്റെ മോനായിരിക്കണം, നിനക്ക് യോഗ്യതയൊന്നുമില്ല, നിനക്ക് ആ ഭവനത്തിലേക്ക് പോകാം, പക്ഷെ ഒരു ദാസനെ പോലെയൊക്കെ പെരുമാറിക്കൊള്ളണം. ഈ മനുഷ്യൻ അതിൽ സംതൃപ്തനാണ്, അത് മതി എന്ന് വെച്ച് ആ വീട്ടിൽ പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകനെ അതുപോലെ അല്ല വീട്ടിൽ കയറ്റുന്ന അപ്പൻ. അതിലും ശ്രേഷ്ഠമായി മേൽത്തരമായ വസ്ത്രം കൊടുത്ത് ഏറ്റവും ബെസ്റ്റായി തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് ആ ഭവനത്തിൽ കയറ്റുക മാത്രമല്ല, അവന് വേണ്ടി മേൽത്തരമായൊരു വിരുന്നും ഒരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ ദൈവമാണ് ഇന്നും മാറ്റമില്ലാത്ത നമ്മുടെ ദൈവം. നമ്മൾ എവിടെയൊക്കെ തകർന്നു പോയോ, നമ്മൾ എവിടെയൊക്കെ തെറ്റിപ്പോയോ, പാപത്തിൻ്റെ അവസ്ഥയിൽ പോയോ, അതൊക്കെ ചോദിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ വീണ്ടും വീണ്ടും അതിലേക്ക് തള്ളിയിടുന്ന ഒരു ദൈവമല്ല. പകരം നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് സുബോധം പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. വചനം പറയും, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സുബോധത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും നിങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ചല്ല. ബൈബിൾ പറയുന്ന ഒരു പാപം മാത്രമേ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കത്തുള്ളൂ. എന്താണ്? യേശുവിൽ വിശ്വസിക്കാത്തത്, അവിശ്വാസം എന്ന ഒരു പാപത്തെക്കുറിച്ച് മാത്രമേ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം ശത്രു ഓർമ്മിപ്പിക്കുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെ എന്ത് തരത്തില്ല? പഴയ കാല നിങ്ങളെ ഓർമ്മിപ്പിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ കണ്ണിൽ അത് ഓർക്കുന്നില്ല. ഞാൻ നിങ്ങളെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഓർക്കുകയില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നിങ്ങളകത്ത് ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരാണ്. കാരണം റോമാലേഖനം 8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓതന്റിക് ഡിസൈനാണ്. ഇന്ന് വീണ് കിടക്കുന്ന മനുഷ്യനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എങ്ങനെ വീണുവെന്നോ വീണ് കിടക്കുന്ന അവസ്ഥയോ അല്ല, നീ ആരാണെന്നും നീ എവിടെ ഇരുത്തപ്പെട്ടവനാണെന്നാണ്. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് സംസാരിക്കുകയാണ്, നീ ദൈവത്തിന്റെ മകനാണ്. നിന്റെ സ്റ്റാറ്റസ് ഇതല്ല, നീ ജീവിക്കേണ്ട സ്ഥലം ഇതല്ല, രീതി ഇതല്ല, നിന്റെ പന്നിക്കൂടിന്റെ അവസ്ഥയൊക്കെ മാറണം. നിനക്കൊരു അപ്പനുണ്ട്. ഇന്നും നീ തിരികെ പോകാൻ തയ്യാറാണെങ്കിൽ, നീ ഒന്ന് തിരിഞ്ഞാൽ നിന്നെ സ്വീകരിക്കാനായി ഓടി വരുന്ന ഒരു സ്നേഹവാനായ ഒരു അപ്പൻ നിനക്കുണ്ട്. നിനക്ക് ആ ഭവനത്തിൽ സകലവും ഒരുക്കിയിട്ടുണ്ട്.
ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ദൈവം റിസ്റ്റോറേഷൻ്റെ ദൈവമാണ്. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും കേൾക്കുന്നത്, ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആയിക്കോട്ടെ, ആര് കേൾക്കാനും അവിടെ ഹൃദയത്തോട് പറയാം, നിങ്ങൾ ഏതു വലിയ പാപിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ ഈ ലോകപരമായി എത്ര മോശമാണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് തിരിച്ചു വരവില്ല നിങ്ങൾ വിചാരിച്ചാൽ, എൻ്റെ ദൈവം അങ്ങനെയുള്ള വ്യക്തിയെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമാണ്. വചനം പറയുന്നു, പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയുടെ മേൽ, ആഴത്തിന് മേൽ ഇരുളുണ്ടായിരുന്നപ്പോൾ, സകലവും പാഴും ശൂന്യം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മീതെയും പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പാഴും ശൂന്യം എന്ന് പറഞ്ഞ് ലോകം തള്ളിക്കളയുന്ന നമ്മുടെ ജീവിതങ്ങളിൽ അത് പരിവർത്തിച്ചുകൊണ്ടേയിരിക്കും. അൻറ്റിൽ നല്ലത് എന്ന് കാണും വരെ അത് പരിവർത്തിക്കും. ഹല്ലേലൂയ. ദൈവം നോക്കി നമ്മുടെ ജീവിതങ്ങളെ നല്ലത്, സകലവും നല്ലത്, 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 എല്ലാ മേഖലയിലും, ഫിനാൻഷ്യൽ മേഖലയിൽ നല്ലത്, സാമ്പത്തികത്തിന്റെ എല്ലാ അനുഗ്രഹത്തിലും നല്ലത്, കുടുംബജീവിതത്തിൽ നല്ലത്, എല്ലായിടും നല്ലതാക്കും വരെ ദൈവം വർക്ക് ചെയ്യും. നമ്മുടെ മിടുക്ക് കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. പലപ്പോഴും നമ്മൾ ശ്രമിച്ച് വീണു പോകുന്ന പല സാഹചര്യങ്ങളുണ്ടാവാം. പലപ്പോഴും നമ്മുടേതായ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊന്നും ദൈവത്തിന് റിസ്റ്റോർ ചെയ്യാൻ പറ്റാത്തതൊന്നല്ല. അവൻ്റെ കയ്യിൽ സബ്മിറ്റ് ചെയ്താൽ അവൻ നമ്മളെ റിസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. ഹി ഈസ് ദ ഒറിജിനൽ ആർക്കിടെക്ട്, ആവസം ആർക്കിടെക്ട്, ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ട്. മാത്രമല്ല, ഒരു സാധനം ഉണ്ടാക്കുന്ന വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റവും ബെസ്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം BMW അത് ഉണ്ടാക്കുന്ന കമ്പനിക്കാണ് ഏറ്റവും ബെസ്റ്റായിട്ട് റീഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്ത ദൈവത്തിന് മാത്രമാണ് നമ്മളെ ഏറ്റവും ബെസ്റ്റായി റീഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഇന്ന് ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തിരിച്ചൊന്ന് സബ്മിറ്റ് ചെയ്യാമെങ്കിൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ട മേഖലകളിൽ നീ എന്നെ റിസ്റ്റോർ ചെയ്യണം. സാമ്പത്തികമായിക്കോട്ടെ, എൻ്റെ ബിസിനസ് ആയിക്കോട്ടെ, കുടുംബജീവിതം ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങളുടെ ആരോഗ്യമായിക്കോട്ടെ, എവിടെയും ദ ഗോഡ് ഹു റിസ്റ്റോർസ്, ആ ദൈവം നമ്മളെ ഇന്ന് റിസ്റ്റോർ ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് രാവിലെ ചായ കുടിച്ചു? എന്തിനാ നമ്മൾ ചായ കുടിക്കുന്നത്? രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഒരു ക്ഷീണത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുമ്പോൾ പൊതുവെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ, എനിക്ക് തോന്നുന്നു എല്ലാവരും ചായ കുടിക്കും രാവിലെ. ചായ കുടിച്ച് കഴിയുമ്പോൾ ഒരു റിസ്റ്റോറേഷൻ ആണ് അല്ലേ, ഒരു ഫ്രഷ്നെസ് തോന്നും. സത്യത്തിൽ ദ റിസ്റ്റോറേഷൻ എന്ന വാക്കിൻ്റെ ഹീബ്രു വേർഡ് ചായ എന്നാണ്. ഹല്ലേലൂയ. ഓർത്തിരിക്കാൻ പറ്റൂലേ? നമ്മളെ ദൈവം ചായയുടെ ദൈവമാണ്. ഇത് യഹോവ ചായ, റിസ്റ്റോഴ്സ്. റിസ്റ്റോറേഷൻ എന്ന വാക്ക് ഹീബ്രു വേർഡിൽ ചായ എന്നാണ്. ചായ, CHAYAH, ചായ. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ടു ലൈഫ് എന്നാണ്, ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരിക. മരണകരമായ അവസ്ഥയിൽ നിന്ന് തിരികെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ് ചായ. എനിക്ക് തോന്നുന്നു ആ വാക്കിൽ നിന്നായിരിക്കും, ഇത് ചൈനീസ് വേർഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ചായ. അവരും ഈ ചായക്ക് അവിടെയും ചായ എന്ന് തന്നെ പറയുന്നത്. ചൈനയിലും നമുക്ക് രാവിലെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവം റിസ്റ്റോർ ചെയ്യുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ചായ കുടിക്കുമ്പോഴൊക്കെ ഓർക്കണം, രാവിലെ ചായ കുടിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ എന്ത് മോശം അവസ്ഥയും തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ചായ കുടിക്കുമ്പോഴൊക്കെയും ഇനി ആരെ ഓർക്കണം? ദ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ, തിരികെ കൊണ്ടുവരുന്ന, ജീവനിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെ ഓർക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തെയും സമ്പത്തിനെയും കുടുംബജീവിതത്തെയും ബിസിനസ്സിനെയും സകലത്തിനെയും റിസ്റ്റോർ ചെയ്യുന്ന ദൈവം. എൻ്റെ ദൈവത്തിന് റിസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരിക്കലും ഒന്നും തകരാൻ കഴിയത്തില്ല. അവൻ ഏറ്റവും ബെസ്റ്റായി പുതുക്കി പണി. ഹല്ലേലൂയ. ഞാൻ മനോഹരമായ ഒരു ആർട്ട് കണ്ടുണ്ട്. ആ ആർട്ടിലാണെങ്കിൽ ഒരു പാത്രം ഇങ്ങനെ പൊട്ടിപ്പോയിട്ട് അത് തിരിച്ച് അതുപോലെ ആക്കുക. ഒരു വലിയ വെയ്സിനാണ്, വലിയ വെയ്സ്, ഫ്ലവർ വെയ്സ് പോലത്തെ സാധനം. അതിങ്ങനെ പൊട്ടിപ്പോയപ്പോൾ, പല കഷ്ണങ്ങളായി പോയപ്പോൾ അതിനെ തിരികെ എടുത്ത് പണിയുന്നു. പക്ഷെ പണിയുന്ന ഓരോ ജോയിന്റിലും ഗ്ലൂ അല്ല വയ്ക്കുന്ന, പകരം സ്വർണം വെച്ച് ഇങ്ങനെ പണിതെടുത്തപ്പോൾ ആദ്യമുണ്ടായിരുന്ന വെസൽ കണ്ടാൽ അതിനേക്കാൾ മനോഹരമായി പൊട്ടിപ്പോയ വെസൽ. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയെങ്കിലും അവൻ തിരികെ പണിയുമ്പോൾ നമ്മൾ പഴയതിലും മനോഹരമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ട്രാജഡി വന്നു, ഇങ്ങനെ പ്രയാസം വന്നു, ഇങ്ങനെ പ്രശ്നം വന്നു, ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, ഞാൻ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിലപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ പാസ്റ്റിനേക്കാൾ മനോഹരമായിരിക്കും ഫ്യൂച്ചർ. കാരണം അവൻ്റെ കയ്യിലാണ് നമ്മൾ റിസ്റ്റോർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ അവൻ നമ്മുടെ നഷ്ടപ്പെട്ട സമയങ്ങളെ തിരികെ തരും. യോവേലിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നഷ്ടപ്പെട്ടു പോയ വെട്ടുക്കിളിയും തുള്ളനുമൊക്കെ തിന്നു കളഞ്ഞ സംവത്സരത്തിന് ഇരട്ടിയായി ഞാൻ നിനക്ക് പകരം തരും.
ഹല്ലേലൂയ. ആ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. നഷ്ടമായതിനൊക്കെ 10 മടങ്ങ് തിരികെ തരാൻ കഴിവുള്ളവനും തിരികെ തരുന്നതുമായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഉറക്കെ പറയും, എൻ്റെ ദൈവം റിസ്റ്റോറേഷൻ്റെ ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ സകലവും റിസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. നഷ്ടമായതിനെ സകലതിനെയും അവർ റിസ്റ്റോർ ചെയ്യും. കഴിഞ്ഞ വർഷങ്ങൾ നഷ്ടമായെന്ന് തോന്നാം, കഴിഞ്ഞ എൻ്റെ എഫേർട്ടുകൾ നഷ്ടമായെന്ന് തോന്നാം, പക്ഷേ എൻ്റെ ദൈവം റിസ്റ്റോർ ചെയ്യുമ്പോൾ പലരും പറയും, ഓ ഭംഗി ആദ്യത്തേക്കാൾ ഇതാണ് ഭംഗി എന്ന് പറയും. കഴിഞ്ഞ കാല ജീവിതത്തെക്കാൾ അതിനേക്കാൾ ആരോഗ്യം ഇപ്പോഴാണെന്ന് പറയും. അത്തരത്തിൽ ദൈവം നമ്മളെ റിസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. ബൈബിൾ നോക്കിയാൽ ബൈബിളിന്റെ പ്രത്യേകത എന്നറിയാവോ? ബൈബിളിലെ എല്ലാം ജയിച്ച ആൾക്കാരുടെ ചരിത്രമല്ല, ബൈബിൾ തോറ്റ ആൾക്കാരുടെ കൂടെ ചരിത്രമാണ്. കാരണം എൻ്റെ ദൈവം ജയിച്ച ആളുകളുടെ മാത്രം ദൈവമല്ല, തോറ്റവൻ്റെയും കൂടെ ദൈവമാണ്. അത് പറയാൻ എൻ്റെ ദൈവത്തിന് ഒരു മടിയുമില്ല, നാണക്കേടുമില്ല. ഹല്ലേലൂയ. സാധാരണ നോക്കി അങ്ങനെയല്ലേ, ദൈവം എപ്പോഴും ജയിച്ചവരുടെ നിൽക്കത്തുള്ളൂ, അത് മാത്രം എഴുതാൻ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ ബൈബിളിനകത്ത് തോറ്റവന്റെ ചരിത്രം എഴുതി വെച്ചത് എൻ്റെ ദൈവത്തിന് മടിയില്ല. ആ ദൈവം പറയുകയാണ്, ഞാൻ തോറ്റവൻ്റെയും കൂടെ ദൈവമാണ്. നീ തോറ്റുപോയവനായിരിക്കാം, നീ വീണുപോയനായിരിക്കാം, പക്ഷെ നിന്നെ നോക്കി മാറി നിന്നിട്ട് ഓ ഞാൻ ജയിച്ചവന്റെ ദൈവം എന്ന് പറയുന്ന ദൈവമല്ല, തോറ്റവന്റെ കൂടെ തോൽക്കാനും മടിയില്ലാത്തൊരു ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ അല്ല എൻ്റെ ദൈവം വിളിച്ചത്. ഏറ്റവും മോശപ്പെട്ടവനെ ആകാം, തകർന്നവനെ ആകാം, പക്ഷെ എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ അവർ ഏറ്റവും ബെസ്റ്റായി മാറുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. ആദ്യ കൽപ്പന വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം തന്റെ ഭാര്യയെ സഹോദരി എന്ന് ഒരു പ്രാവശ്യം 2 വട്ടം കള്ളം പറഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ല പാപങ്ങൾ ചെയ്തു. പക്ഷേ എൻ്റെ ദൈവം അബ്രഹാമിന്റെ കൂടെ നടന്ന് അബ്രഹാമിനെ പഠിപ്പിച്ചു, അബ്രഹാമിനെ റിസ്റ്റോർ ചെയ്തു, അബ്രഹാമിനെ ഏറ്റവും മനോഹരമാക്കി പറഞ്ഞു, ഇവൻ എൻ്റെ കൂട്ടുകാരനാണ് എന്ന് ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ ആളുകളിലെ വീഴ്ചകൾ ഒരിക്കലും ദൈവത്തിന് നമ്മളുമായുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കാനോ നമ്മളെ റിസ്റ്റോർ ചെയ്യാനോ തടസ്സമേ അല്ല. അത് അവൻ്റെ ക്വാളിറ്റിയാണ്. അവൻ അതിനെ മനോഹരമാക്കി മാറ്റും. റോമലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നില്ലേ, സകലതിനെയും ദൈവം എന്ത് ചെയ്യുന്നു? നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകളെല്ലാം ദൈവം നൽകുന്നു എന്നല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റോങ് ചോയ്സ് കൊണ്ടോ, നമ്മളുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടോ, നമ്മുടെ തെറ്റായ സ്വഭാവം കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവിനെയും സകലതിനെയും നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു നല്ല ദൈവം. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം, അല്ലേ? ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ പുതിയ ബിൽഡിംഗ് അല്ല, പഴയത് പൊളിഞ്ഞു കിടക്കുന്നതിനെ ആ സ്ഥലത്ത് ഏറ്റവും മനോഹരമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ പറ്റത്തുള്ളൂ. അതെൻ്റെ ദൈവത്തിൽ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. തകർന്നു കിടക്കുന്ന നമ്മളെ, പൊളിഞ്ഞു പോയെന്ന് പറയുന്ന നമ്മെ ഏറ്റവും മനോഹരമാക്കി പണിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അബ്രഹാമിനായിക്കോട്ടെ, താഴോട്ട് നമ്മൾ നോക്കിയ മോശയെ ഒരു വലിയ ലീഡറായി ദൈവം സെലക്ട് ചെയ്തു. അതിനു മുമ്പുള്ള മോശയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒരു കൊലപാതകനാണ്, 80ഓളം വയസ്സുണ്ട്. ഇതൊന്നും ദൈവത്തിന് മുന്നിൽ വിഷയമേ ആയിരുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ലീഡറാക്കി മാറ്റി. വിക്കനും കൂടെ ആയിരുന്നു, സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു ലീഡറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നന്നായി സംസാരിക്കാൻ കഴിയുന്നത്. അതും ഇല്ലാതിരുന്ന ഒരു മനുഷ്യന് ഈ ലോകപ്രകാരമായി ഇന്റർവ്യൂവിൽ ആദ്യമേ ഫെയിൽ ആവുമായിരുന്നു. ലോകം നോക്കും ഇന്റർവ്യൂവിൽ ഒരു ലീഡറിനുള്ള ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് ആദ്യം എടുത്ത് കളയുന്ന മോശയായിരിക്കും. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കളെ ലീഡ് ചെയ്യാൻ സ്വർഗം തിരഞ്ഞെടുത്തത് മോശയാണ്. ഈ ലോകപരമായി നോക്കിയാൽ ഒരു തരത്തിലും ഒരു ക്വാളിറ്റി തോന്നാത്ത നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മളെ മിടുക്കല്ല, ദൈവം നമ്മളെ മേലുള്ള ഫേവറാണ്. ഹല്ലേലൂയ. എത്ര പേർ പറയും, ഐ ആം ഹൈലി ഫേവേർഡ്, ഞാൻ ദൈവത്തിന്റെ പ്രസാദം ഒത്തിരി ഉള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. നമുക്ക് ആ ഫേവർ ഉള്ളപ്പോൾ സകലവും നമ്മുടെ വഴിക്ക് ഇങ്ങനെ അങ്ങ് വരും. നമ്മളെല്ലാം ക്രമീകരിക്കുമല്ല, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ വഴിക്ക് ദൈവം അതിനെ ക്രമീകരിച്ചു കൊണ്ടുവരും. മോശയെ ദൈവം നിർത്തി. മോശയോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ഐ ഹാവ് മെയ്ഡ് യു ദ ഗോഡ് ഓഫ് ഫറവോ. ആലോചിക്കേ, ഫറവോന്റെ ദൈവമാക്കിയിരിക്കുകയാണ് ഇതിനെ. ദൈവത്തിന് അത് പറയാൻ ഒരു മടിയുമില്ല, ഒരു ഈഗോയും ഇല്ല. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. വിക്കനായ മനുഷ്യൻ, പക്ഷേ തൻ്റെ കരങ്ങളുടെ അത്ഭുതങ്ങളെ ചെയ്തു. വലിയൊരു കൂട്ടം ജനത്തെ നയിച്ച് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയി. എങ്ങനെ? ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ബൈബിൾ ഉടനീളം നോക്കിയാൽ ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ കാണാൻ പറ്റും. തകർന്നു പോകുന്ന കുടുംബങ്ങളെ റെസ്റ്റോർ ചെയ്ത് കാണാൻ പറ്റും. മരണത്തിന്റെ അവസ്ഥയിൽ പോയ കുടുംബത്തെ റെസ്റ്റോർ ചെയ്ത് കാണാൻ പറ്റും. ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് റെസ്റ്റോർ ചെയ്ത് കാണാൻ പറ്റും.
കംപ്ലീറ്റ്ലി റിസ്റ്റോറേഷൻ ആണ്. ഈ സ്റ്റോറി കംപ്ലീറ്റ്ലി റിസ്റ്റോറേഷൻ ആണ്. യെശയ്യാ പ്രവചനം 61 അധ്യായം അതിന് 7-ാമത്തെ വാക്യം പറയുന്നു, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യ ആനന്ദം അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വാക്യം യോവേൽ 2:25, വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴു തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയുടെ നാളുകളെ നൽകും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ നോക്കി ആരും ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടയാകത്തില്ല. ദൈവത്തിലേക്ക് നോക്കി എല്ലാവരും പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് പ്രഭാതത്തെ പ്രിയരെ, നമുക്ക് ആ കർത്താവിലേക്ക് നോക്കാം. വിത്ത് എ ഹോപ്പ്, റെസ്റ്റോറേഷൻ്റെ ഹോപ്പുമായി അവനിലേക്ക് നോക്കാം. നമ്മുടെ കഴിഞ്ഞ നാളിൽ നമ്മുടെ റോങ് ചോയ്സ് ആയിരിക്കാം, നമ്മുടെ സ്വഭാവങ്ങളുടെ പ്രശ്നമായിരിക്കാം, നമ്മുടെ ജീവിതം സംഭവിച്ച സകല തിന്മയും സകല നെഗറ്റീവ് കാര്യങ്ങളെയും മാറ്റി റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ റിസ്റ്റോറേഷൻ സംഭവിക്കാൻ ഒറ്റ കാര്യം ആവശ്യമുള്ളൂ, ഹൃദയത്തിൽ നിന്നൊരു ആഗ്രഹം. ആ യേശുവിനെ എൻകൗണ്ടർ ചെയ്യണമെന്നുള്ള ഒരു ഹൃദയപരമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ എൻകൗണ്ടർ ചെയ്യാൻ റെഡിയാണ്. സക്കായി എന്നൊരു മനുഷ്യന് ലൂക്കോസ് സൂക്ഷിച്ച് നമ്മൾ വായിക്കുന്നില്ല, സക്കായിക്ക് യേശുവിനെ കാണണമെന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായി. തൻ്റെതായ സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരിക്കലും യേശുവിൻ്റെ മുന്നേ പോകാൻ ഒരു യോഗ്യതയുമില്ല. ജനങ്ങൾ മുഴുവൻ പറയും, ഈ മനുഷ്യൻ എന്തിനാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന്, അത്രമാത്രം പാപിയാണ്. എല്ലാവരും വെറുക്കപ്പെടുന്ന ഒറ്റപ്പെടുന്ന ഒരു മനുഷ്യനാണ് സക്കായി. സക്കായിക്ക് പക്ഷേ ഹൃദയത്തിൽ ആഗ്രഹം, എൻ്റെ യേശുവിനെ എൻകൗണ്ടർ ചെയ്യണം, യേശുവിനെ യഥാർത്ഥമായത് കാണണം, അടുത്തറിയണം. ഈ ഒരു ആഗ്രഹം മാത്രമേ ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ആവശ്യമുള്ളൂ. ഈ ലോകത്തിൽ ഏതൊരു തകർന്ന വ്യക്തിയോടും വിളിച്ചു പറയാൻ പറ്റുന്നത്, അങ്ങനെ ആഗ്രഹിക്കാൻ, പ്രത്യാശിക്കാൻ, പ്രതീക്ഷിക്കാൻ നിങ്ങൾക്കൊരു പേരുണ്ട്, അതെൻ്റെ യേശുവാണ്. ആ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, നിങ്ങളുമായി എൻകൗണ്ടർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് പിന്നെ പഴയതുപോലെ ആയിരിക്കത്തില്ല. നിങ്ങൾ ഇന്നലെ വരെ മാറ്റാൻ കഴിയാത്ത സ്വഭാവങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ഇന്നലെ വരെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരുവൻ ജീവിക്കുന്ന നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് വലിയ ആഗ്രഹമുണ്ടായി വീട്ടിൽ ഇരുന്നില്ല. ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു എഫേർട്ട് എടുത്തു. സക്കായി വലിയൊരു മരത്തിന്റെ മേൽ വലിഞ്ഞു കയറി. ഒറ്റ കാര്യമുള്ള, ആ കയറുമ്പോൾ അത്തി പഴം പറിക്കാനൊന്നുമല്ലോ കയറുന്നേ, യേശുവിനെ കാണണം. അവന്റെ ഹൃദയത്തിന് ആഗ്രഹം സ്വർഗത്തിലെ ദൈവം കാണുകയാണ്. അവൻ വലിഞ്ഞു കയറി. എല്ലാവരും യേശുവിന് ചുറ്റും നിൽക്കുമ്പോൾ അവൻ വലിഞ്ഞു കയറാനുള്ള എഫേർട്ട് എടുത്തു. അതിനും പറയുന്നത് അവൻ കുള്ളനെന്നാണ്. കുള്ളനായ വ്യക്തി കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എങ്കിലും അവൻ വലിഞ്ഞു കയറി നേടി, കാറ്റത്തിന്മേൽ വലിഞ്ഞു കയറി. സാധാരണ കയറുന്ന അറിയുന്ന ആൾക്കാർ വലിഞ്ഞു കയറത്തില്ല എനിക്ക് തോന്നുന്നത്. ഇത് കയറാൻ അറിയാത്ത ആൾക്കാരാണ് ഈ വലിഞ്ഞു കയറുന്നത്. പക്ഷെ അത്തിമേൽ വലിഞ്ഞു കയറണമെങ്കിൽ അത്രയും റിസ്ക് എടുക്കാൻ മനുഷ്യൻ തയ്യാറായി. കാര്യം എന്താണ്? എങ്ങനെ പോയാലും കുഴപ്പമില്ല, അല്പം ഉരഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് യേശുവിനൊന്ന് കാണണം. ഇന്ന് നമ്മുടെ ലൈഫിൽ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവണം, എൻ്റെ യേശുവിനെ എനിക്ക് എൻകൗണ്ടർ ചെയ്യണം. വായിച്ചു കേട്ടതോ അല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയണം. ആ എൻകൗണ്ടറാണ് ജീവിതങ്ങളെ മാറ്റുന്നത്. ഹല്ലേലൂയ. ആ കയറിയ ആ കാട്ടത്തിന്മേൽ ഒളിച്ചിരിക്കുന്ന സക്കായിയെ അവിടെ ആരും കണ്ടില്ലെങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടു. യേശു കണ്ടു. യേശു അവിടെ എത്തി നിന്നു. വചനം പറയുന്നു, അവിടെ എത്തി നിന്ന് മേലോട്ട് നോക്കി. അതുവരെ മേലോട്ട് നോക്കാത്തതിന്റെ കർത്താവ് അവിടെ എത്തിയപ്പോൾ മേലോട്ട് നോക്കി. കാരണം യേശു അറിയാം, ഒരുവനോട് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സക്കായിയോട് പറഞ്ഞു, സക്കായിയേ വാ, ഇറങ്ങി വാ. എല്ലാവരും പറഞ്ഞു, ഓ എൻ്റെ പേരൊന്ന് വിളിച്ചെങ്കിൽ. ആഗ്രഹമുണ്ടോ? വിളിക്കും. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ? വിളിക്കും. അവൻ വിളിച്ചു, സക്കായിയെ വാ, ഇറങ്ങി വാ. സക്കായി എനിക്ക് തോന്നുന്നു അങ്ങോട്ട് വലിഞ്ഞു കയറി ഇങ്ങോട്ട് സിറേ നീങ്ങി പോകുന്നുണ്ടാവും, ചാടി ഇങ്ങി താഴെ പോകുന്നുണ്ടാവും. സക്കായി വന്നു, യേശുവിന്റെ അടുക്കലേക്ക് വന്നു. യേശു കഴിഞ്ഞ കാലങ്ങളിലുള്ള സക്കായിയുടെ ജീവിതത്തിന്റെ ലിസ്റ്റ് ഒന്നും വായിച്ചില്ല. സക്കായിക്ക് ടെൻഷൻ അതായിരിക്കും, എത്ര കൊള്ളപ്പലിശ വാങ്ങിച്ചു, എത്ര ആൾക്കാർ ഉപദ്രവിച്ചു, ചതിവായി വാങ്ങിച്ചു. സക്കായിയുടെ വായിൽ നിന്നെല്ലാം വരുന്നുണ്ട്. പക്ഷേ യേശുവിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. യേശു പറഞ്ഞു, ഐ ആം ദ ലോർഡ് ഹു റിസ്റ്റോർസ്. എനിക്ക് നിന്നെ പുതുക്കി പണിയണം, നിന്നെ നീ മാറ്റണം, നിന്റെ ജീവിതത്തെ മാറ്റണം. അതിനുവേണ്ടി നിന്നെ ഉപദേശിച്ചാൽ പറ്റത്തില്ല, നിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർമ്മിച്ച് കുറ്റപ്പെടുത്തിയാൽ പറ്റത്തില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ മതി, നിന്റെ ലൈഫിൽ വന്നാൽ മതി, നീ മാറിക്കോളും. ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുത്താലും, നമ്മൾ എന്തൊക്കെ എഴുതി കൂട്ടിയാലും മാറത്തില്ല.
പക്ഷെ നമ്മൾ ഒരുവൻ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസായി ജീവനിലേക്ക് കടന്നു വന്നാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ, നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറും. കാരണം അവന്റെ ക്യാരക്ടർ നമ്മളിലേക്ക് വരും. അവൻ റെസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്, സകലനെ റെസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ഒരുപാട് പാസ്റ്റ് മുറിവുകൾ, കഴിഞ്ഞ വേദനകളുള്ള സക്കായിയുടെ ലൈഫിലേക്ക് യേശു പറയുകയാണ്, ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ നിന്നാണ് എനിക്ക് ഭക്ഷണം, ഞാൻ അങ്ങോട്ട് വരാൻ പോവാണ്. ഒറ്റ മറുപടി ഉള്ളൂ. പക്ഷെ നെക്സ്റ്റ് മൊമെന്റിൽ സക്കായിയുടെ കഴിഞ്ഞ കാലങ്ങളെ പാസ്റ്റൊക്കെ ഇങ്ങനെ അങ്ങ് ഓടി വരികയാണ്. സക്കായി പറയാണ്, ഞാൻ ഇതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. യേശു ഒന്നും ഡിമാൻഡ് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ യേശുവിന് മുന്നിൽ സക്കായി ഹൃദയം തുറക്കുകയായി. അടുത്ത നമ്മൾ കാണുന്നത് ഒരു പുതിയ മനുഷ്യനെയാണ്. റെസ്റ്റോർ ചെയ്യപ്പെട്ടു. നാട്ടുകാർ അംഗീകരിക്കുന്ന, യേശുവുമായി ബന്ധമുള്ള, യേശു പേര് പറഞ്ഞ് വിളിച്ച ഒരു സക്കായിയാണ് പിന്നെ നാട്ടുകാർ കാണുന്നത്. ചുങ്കക്കാരൻ സക്കായി അല്ല. പിന്നെ സക്കായി നാട്ടിൽ അറിയപ്പെടുന്ന എന്താണ്? യേശു അത്തിയിൽ നിന്നും പേര് പറഞ്ഞ് വിളിച്ചിറക്കിയ സക്കായി എന്നായിരിക്കും നാട് മുഴുവൻ അറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശു വരുമ്പോൾ നമ്മുടെ കഴിഞ്ഞ നാളിലുള്ള മനുഷ്യരിട്ട പേരുകൾ, നാട്ടുകാരിട്ട പേരുകൾ, ദുഷ്പേരുകൾ പിന്നെ ഉണ്ടായിരിക്കത്തില്ല. ചില പുതിയ പേരുകൾ നമ്മളുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നാളാൽ അറിയും. പലരും പറയും, ഇവൻ ഇന്ന് പഴയ ആളല്ല, പിശുക്കനല്ല, പിടിച്ചുപറിക്കാരനല്ല, അവനെ സകലവും കൊടുക്കുന്നവനാണ്. ഇനി പഴയ നാളിലെ കളങ്കം പറഞ്ഞ് ആരും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്നാ? അവൻ യേശുവിനെ മുന്നിൽ വെച്ച് പറഞ്ഞു, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കും. തിരികെ കൊടുക്കുകയാണ് എല്ലാം. കാര്യം എന്നാ? എൻ്റെ ജീവിതം എൻ്റെ യേശു വന്നു. എൻ്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയാണ് ഞാൻ കരുതുന്നു. പിന്നെ സക്കായി ആ ദേശത്ത് ഫേമസ് ആയെന്ന് മാത്രമല്ല, അതുവരെ വിളിക്കാത്ത ആൾക്കാരൊക്കെ സക്കായിയെ പേര് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിക്കാണ്. അതുവരെ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ യേശു ആ മനുഷ്യന്റെ പേര് പറഞ്ഞ് വിളിച്ചെങ്കിൽ നമുക്കെന്താ? അത്രമാത്രം യേശുവിന്റെ കൂട്ടുകാരനായി മാറിയില്ലേ? യേശുവിനൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലേ? യേശുവിനൊപ്പം വീട്ടിൽ പോകാൻ പറ്റിയില്ലേ? ഇത്ര വലിയ കാര്യമാണ് പ്രിയരെ. നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഈ യേശുവിന്റെ സാന്നിധ്യത്തിന് കഴിയും. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ വേദനയുടെ അവസ്ഥയിൽ, ഒറ്റപ്പെടലിന്റെ അവസ്ഥ ഒരുപാട് പേരുണ്ട്. അവർ പോലും ആഗ്രഹിച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പല അഡിക്ഷനകത്ത് അവർ കെട്ടിട്ടുണ്ട്. അവർ പുറത്തു വരാത്തതിന്റെ കാരണം അവർ പലപ്പോഴും അവർ ശ്രമിച്ചു പുറത്തു വരാനായി. ഒന്നിൽ വീഴുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഒരു കുറ്റബോധം വരും. എന്താണെന്നറിയാമോ? കഴിഞ്ഞ 5 ദിവസം നന്നായി നടന്നു, അയ്യോ 6ാമത്തെ ദിവസം വീണ്ടും ഇതൊന്നും ശരിയാവൂല, വീണ്ടും ഞാൻ പഴയ കുപ്പിക്കകത്ത് തന്നെ വീണുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവനോട് പറയേണ്ടത്, നീ വീഴുമെന്ന് സ്വർഗ്ഗദൈവം അറിയാം, പക്ഷെ എങ്കിലും നിന്നെ അവൻ സ്നേഹിക്കുന്നു. നീ വീണ നിന്നെയും അവൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ നിന്നെ പുതുതാക്കുന്നൊരു ദൈവമാണ്, റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. വീണവനായിരിക്കാം, അഡിക്ഷൻ ഉള്ളവനായിരിക്കാം, പക്ഷെ സ്റ്റിൽ യു ആർ ദ സൺ. നീ അവന്റെ മകൻ തന്നെയാണ്, നീ അവന്റെ മകൾ തന്നെയാണ്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. നിന്റെ വില ഒട്ടും കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ തിരികെ കണ്ടെത്തുന്നൊരു ദൈവം, മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നൊരു ദൈവം, ഒടിഞ്ഞുപോയ അസ്ഥികളേക്ക് തിരികെ പുതുതാക്കുന്ന. സയൻസ് പറയും സാധാരണഗതിയിൽ ഈ എല്ലുകൾ പൊട്ടിയാൽ, എല്ല് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് നടത്തി കഴിയുമ്പോൾ ആ പൊട്ടിയ സ്ഥലമില്ലേ, അത് ജോയിന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അത് പൊട്ടില്ലെന്നാണ്. കാരണം മറ്റ് അസ്ഥികളെക്കാലം ആ പൊട്ടിയ ഭാഗത്തിന് ബലം കൂടുതലായിരിക്കുമെന്നാണ് സയൻസ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ നാളിൽ തകർന്നു പോയ അവസ്ഥയായിരിക്കാം, വീണുപോയോ ഉടഞ്ഞുപോയ അവസ്ഥയും. പക്ഷെ നമ്മളെ ദൈവം റിസ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും പഴയതിനേക്കാളും സ്ട്രോങ്ങും പഴയതിനേക്കാളും ബെറ്ററും നമ്മളായിരിക്കും. നമ്മുടെ ജീവിത സാഹചര്യം നമ്മളെപ്പോഴും ഏറ്റവും ബെസ്റ്റാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മൾ കടന്നുപോയ അവസ്ഥകൾ, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകൾ എല്ലാം ദൈവമായുള്ള എൻകൗണ്ടറിൽ നമ്മുടെ ലൈഫിൽ ദൈവം മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു ദിവസം ദൈവം ഏറ്റവും ബെസ്റ്റായി പുറത്തു കൊണ്ടുവരും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വീണുപോയ അവസ്ഥകൾ വെച്ച് നമ്മുടെ ഡെസ്റ്റിനിയെ, ഭാവി ആരും ഫിക്സ് ചെയ്യരുത്. നമ്മുടെ സ്റ്റോറി ഇതുവരെയും എഴുതി തീർന്നിട്ടില്ല. നിങ്ങളോട് തന്നെ പറയണം, എൻ്റെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. പേന ഇപ്പോഴും കർത്താവിൻ്റെ കയ്യിലാണ്. അവൻ എഴുതിക്കൊണ്ടേയിരിക്കും. ഭൂമിയിലുള്ള ആളുകളെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ അവൻ അതിനെ ഫുൾ സ്റ്റോപ്പിനെ ഒരു കോമയാക്കി മാറ്റും. എന്നിട്ട് അടുത്ത കഥ എഴുതും. ഹല്ലേലൂയ. ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ പലപ്പോഴും പല ഫുൾ സ്റ്റോപ്പ് ഇട്ട ആൾക്കാരാണ്. പക്ഷെ അതിനെയൊക്കെ കോമയാക്കി മാറ്റുന്നതിൻ്റെ കർത്താവിൻ്റെ വലിയ കൃപയാണ്. ഇന്നിവിടെ നിൽക്കുന്നു അവൻ്റെ കൃപയാലാണ്, ഈ നാളുകളും അവൻ്റെ കൃപയാണ്. അപ്പോൾ നമ്മെ നടത്തുന്ന, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, അങ്ങനെ ഒരു ദൈവത്തിൻ്റെ സ്വഭാവമില്ലായിരുന്നെങ്കിൽ പോണത് പോട്ടെ എന്ന് കളഞ്ഞേനെ. അങ്ങനെ കളയുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ പുകയുന്ന തിരി കെടുത്തി കളയുന്നില്ല, ചതഞ്ഞ ഓട ഒഴിച്ചു കളയത്തില്ല. അവൻ സകലനെ പുതുതാക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ചതഞ്ഞവരായിരിക്കാം, ഒടിഞ്ഞവരായിരിക്കാം, തകർന്നവരായിരിക്കാം, പുകയുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ ഒന്നും കെടുത്തിക്കളയാനോ ഒടിച്ചു കളയുന്ന ദൈവമല്ല, തിരികെ പഴയതിനും ഭംഗിയായി റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ.
ആ ദൈവം നമ്മളെ റിസ്റ്റോർ ചെയ്യും. നമ്മുടെ തകർന്ന ബിസിനസ്സിനെ, തകർന്ന ജീവിതത്തെ, തകർന്ന സ്വഭാവത്തെ, എന്തിനേയും കംപ്ലീറ്റ്ലി റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ ഇങ്ങനെ കാണുക, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റോറി ബുക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോറി ബുക്കിൻ്റെ പേന ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഞാനല്ല, അവനാണ്. അവൻ്റെ പേര് ആൽഫ എന്നും മാത്രമല്ല ഒമേഗ എന്നും കൂടെ ഉണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ പേര് ആൽഫ എന്ന് മാത്രമല്ല ഒമേഗ എന്നുണ്ട്. അവൻ തുടങ്ങി വെച്ചിട്ട് എങ്ങനെയെങ്കിലും നശിച്ചു പോകുമെന്ന് പറയുന്നവനല്ല, അവനാണ് ഒമേഗ. അവൻ അവസാനിച്ചു എന്ന് പറയുന്നിടത്തോളം കാലം, പറയാത്തിടത്തോളം ഒരവസാനം ഉണ്ടായിട്ടില്ല. സയൻസ് പറയും, ഡോക്ടേഴ്സ് പറയും, ഡോക്ടർ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട്, ഈ ലോകപരമായുള്ള എല്ലാ സിറ്റുവേഷൻസും സ്റ്റോപ്പായി എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം പറയും, ഇല്ല, ഇനിയുമുണ്ട് കഥ. കാരണം ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്ത മനുഷ്യരെ കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരുപാട് കഥകൾ വായിച്ച് അറിയാൻ പറ്റും. ഈവൻ പുതിയ നിയമം നോക്കിയേ, ഒത്തിരി പേരെ കൊന്നെടുക്കുവാൻ, ഒത്തിരി പേരെ കല്ലെറിയുവാൻ, ഈവൻ സ്തേഫാനോസിനെ കൊല്ലാൻ പോലും കൂട്ടുനിന്ന ശൗൽ എന്നൊരു മനുഷ്യൻ, ഒരിക്കലും റിസ്റ്റോറേഷൻ അർഹിക്കാത്തൊരു മനുഷ്യനെന്ന് ലോകം പറഞ്ഞ മനുഷ്യൻ, ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ പേപ്പർ എഴുതി വാങ്ങി കുതിരപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന മനുഷ്യൻ. ആ മനുഷ്യനോ ഹൃദയത്തെ ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ജീവിതത്തിൽ, ക്രിസ്ത്യാനി എന്ന് പറയുന്നവനെ കൊല്ലണം, ക്രിസ്തുവിനെ അറിയുന്നവനെ കൊല്ലണം. അങ്ങനെ ആരാധന സ്ഥലമുണ്ടെങ്കിൽ അവിടെ കയറി ചെല്ലണം, അവരെ ഉപദ്രവിക്കണം. ഇത് ജീവിത ലക്ഷ്യമാക്കി നടന്ന മനുഷ്യനാണ് ശൗല്. ആ മനുഷ്യനെ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് മാത്രമല്ല, എന്തിനും തയ്യാറാക്കി നിർത്തുന്ന, എന്നിട്ട് പറയുക, ആ മനുഷ്യൻ പറയാണ്, ഈ ലോകത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ കഴിഞ്ഞ കാലത്തിനോ ഒന്നിനും ക്രിസ്തുവുമായുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിൽ റിസ്റ്റോർ ചെയ്യാൻ പറ്റിയെങ്കിൽ ആ ദൈവത്തിന് നമ്മളെ റിസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഒരു തടസ്സവുമില്ല, ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. ആ ശൗലിനെ പൗലോസാക്കി മാറ്റി, അവിശ്വസനീയമായ രീതിയിൽ മാറ്റി. ആ മനുഷ്യൻ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ആളുകൾ പറയാൻ തുടങ്ങി, അയ്യോ ഞങ്ങൾക്ക് പേടിയാണ് ആരാധനയ്ക്ക് പോകാൻ. എന്നാ പറ്റി? അയ്യോ ആ മനുഷ്യൻ ആളുകളെ കൊല്ലാൻ നടന്ന മനുഷ്യനാണ്, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇത്രയും മാറി എന്ന് പറഞ്ഞപ്പോൾ ഈവൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലോട്ട് ദൈവം റിസ്റ്റോർ ചെയ്തു. അതാ ഞാൻ പറഞ്ഞേ, ദൈവം റിസ്റ്റോർ ചെയ്യുമ്പോൾ പഴയതിലും മനോഹരമായിരിക്കും. പുതിയ നിയമത്തിന്റെ 3/2 ഭാഗം പുസ്തകങ്ങൾ എഴുതിയത് യേശുവിനെ കൊല്ലാൻ നടന്ന ഒരു മനുഷ്യനാണ്. യേശുവിനെ ആരാധിക്കുന്ന ആളുകളെ കൊല്ലാൻ നടന്ന മനുഷ്യനായ പൗലോസാണ് ലേഖനങ്ങൾ 3/4 ഭാഗം എഴുതിയത്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാം, നിന്നെ കൊണ്ടും എന്നെ കൊണ്ടും ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്യാനായി കഴിയും. പാഴെന്ന് പറയുന്ന, ലോകത്തിൽ ആർക്കും വേണ്ടെന്ന് പറയുന്ന, ഒരു ഉപയോഗമില്ലെന്ന് പറയുന്നവരെ കൊണ്ട് സ്വർഗ്ഗ ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്യാനായി കഴിയും, അസാധ്യങ്ങളെ ചെയ്യാനായി കഴിയും. സംശയരോഗിയായ തോമാസിനെ കൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന് സുവിശേഷം പ്രസംഗിപ്പിക്കാൻ പറ്റിയെങ്കിൽ, യേശുവെ നിന്റെ വിലാപ്പുറത്ത് കൈയിട്ടാലേ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ, അവിശ്വാസി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് അവിടെ നിന്ന് കപ്പൽ കയറ്റി അയച്ച് കേരളത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിപ്പിക്കാൻ പറ്റിയെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നിന്നെ എനിക്ക് അറിയത്തില്ല, നീ ആരായെന്ന് 3 പ്രാവശ്യം പ്രാഗിയ പത്രോസിനെ കൊണ്ട് തൻ്റെ അടുത്തോടെ എഴുന്നേറ്റ്, ഹേയ് പരീശന്മാരെ, മഹാപുരോഹിതന്മാരെ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു എന്ന് അവരുടെ മുന്നിൽ ചങ്കൂടുത്തൊരു വിളിച്ചു പറഞ്ഞ ആ മാറ്റം കൊണ്ടുവന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവം ഇന്നും റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവം ഇന്നും മാറ്റുന്ന ദൈവമാണ്. നമ്മളെ മാറ്റാൻ കഴിവുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ നമ്മളെ മാറ്റുവാൻ കഴിയാത്ത വണ്ണം തകർന്നിട്ടില്ല, ഉടഞ്ഞിട്ടില്ല, വീണു പോയിട്ടില്ല. നിങ്ങൾ വീണത് ഏത് ചെളിക്കുണ്ടിലാന്ന് വിചാരിച്ചാലും അവനെ കഴുകാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അവന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ പറയുകയാണ്, വാ നമുക്ക് തമ്മിൽ വാദിക്കാം, നമുക്ക് തമ്മിൽ ആർഗ്യുമെന്റ് ചെയ്യാം. നിന്റെ പാപം എത്ര കടുംചുവപ്പായാലും ഹിമം പോലെ അതിനെ വെളുപ്പിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ചിലർ പറയും, വേറെ നിനക്കറിയത്തില്ല, എൻ്റെ ലൈഫ് അത്ര മോശമാണ്, അത്രമാത്രം പാവിയാണ്, അത്രമാത്രം ഞാൻ വീണുപോയതാണ്, അത്രമാത്രം ഞാൻ ഉടഞ്ഞു പോയതാണ്. സഹോദര, ദൈവം തന്നെ പറയുന്നു, നമുക്ക് തമ്മിൽ വാദിക്കാം, വാ, എത്ര കടുംചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കും. അത് ദൈവത്തിന്റെ വാക്കാണ്. ചിലർ പറയും, വേറെ അത് ശരിയാ, അത് പാപിയോടുള്ള വാക്കാ, ഞാൻ പാപിയായിരുന്നില്ല, ഞാൻ പാപിയായതുകൊണ്ട് യേശുവിനെ അറിഞ്ഞ വ്യക്തിയാ, അറിഞ്ഞ് യേശുവിന്റെ കൂടെ നടന്ന വ്യക്തിയെ, എന്നിട്ട് വീണു പോയതാ. എന്നിട്ടോ? ശരിയാ സഹോദര. ഒരിക്കൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ അവിടെ നിന്ന് യേശു വിളിച്ചു, 3.5 വർഷം കൊണ്ടു നടന്ന്, കൂടെ കൊണ്ടു നടന്ന് അത്ഭുതങ്ങളെ കാണിച്ചു, അനുഗ്രഹമായി കൊണ്ടുവന്ന് ശുശ്രൂഷിപ്പിച്ചു, എല്ലാം ചെയ്തു. എന്നിട്ടാണ് ആ 3
3.5 വർഷം കൂടെ നടന്നിട്ടാണ് അറിയത്തില്ല എന്ന് പറഞ്ഞ് പ്രാഗിയിട്ട് പോയത്. അവനെ അങ്ങനെയാണല്ലേ, നീ അറിഞ്ഞവനാ എന്നിട്ടും പോയല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ലല്ലോ. അവൻ്റെ പുറകെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച മോനെയും ചോദിച്ചാണ് അവനെ യേശു സ്വീകരിച്ചത്. പത്രോസേ, കഴിക്കാൻ വല്ലതും ഉണ്ടോ, കഴിച്ചാവോ എന്നാ ചോദിച്ചേ. കഴിഞ്ഞ നാളിൽ നീ ഒറ്റക്കൊടുത്ത കാര്യമൊന്നും ചോദിച്ച് അവനെ വിഷമിപ്പിക്കാൻ പോയില്ല. അതാണ് പത്രോസിനെ റിസ്റ്റോർ ചെയ്ത യേശുവിൻ്റെ സ്നേഹം. പത്രോസാണ് ധൈര്യത്തോടെ ഒരു ബാല്യക്കാരത്തെ സ്ത്രീയുടെ മുന്നിൽ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ മഹാപുരോഹിതന്മാരുടെ മുന്നിൽ പോയി അറിയാവുന്ന മാത്രമല്ല യേശുവിനെ പ്രസംഗിക്കാൻ പിന്നീട് വിലക്കിയപ്പോൾ പറഞ്ഞു, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അത്ഭുതങ്ങളെ സൃഷ്ടിച്ച മനുഷ്യനായി മാറിയത്. എന്നിട്ട് പറഞ്ഞു, യേശുവിനെ നേരെ ക്രൂശിച്ചെങ്കിൽ എന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന് പറഞ്ഞു. അവസാനം തലകുത്തനെയാണ് ക്രൂശിച്ചത്. എക്സ് മോഡലിൽ ഇങ്ങനെ വലിച്ചു കെട്ടി. അതിന് വരും തയ്യാറായ പത്രോസിനെ എവിടെ നിന്ന് കിട്ടി ധൈര്യം? പത്രോസിനെ മാറ്റി സ്വർഗത്തിലെ ദൈവം റിസ്റ്റോർ ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ ആള് മാറുന്ന പോലെ നമ്മുടെ ലൈഫിനെ, നമ്മുടെ ചുറ്റുപാടുള്ളതിനെ ടേൺ ചെയ്യാൻ കഴിയുന്ന ദ ലോർഡ് ഓഫ് ദ റെസ്റ്റോറേഷൻ ഇന്ന് പകൽ നമ്മുടെ മധ്യ വർക്ക് ചെയ്യുന്നു. എന്നെ ഈ വീഡിയോ കേൾക്കുന്ന സഹോദരനോട് ഞാൻ പറയാം, ഈ ദൈവം നിങ്ങളെ റിസ്റ്റോർ ചെയ്യും. ദൈവത്തെ റിസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ ആരും വീണു പോയിട്ടില്ല, നിങ്ങൾ ആരും തകർന്നു പോയിട്ടില്ല, ഉടഞ്ഞു പോയിട്ടില്ല. ആ ദൈവം നിങ്ങളെ ഇന്നും പണിയുന്ന ദൈവമാണ്, റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ഒറ്റ കാര്യമുള്ളൂ, ഈ യേശു അങ്ങനെയുള്ള യേശു ആണെങ്കിൽ, അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ എനിക്കൊന്ന് എൻകൗണ്ടർ ചെയ്യണം, എനിക്കൊന്ന് അനുഭവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാമെങ്കിൽ, നിങ്ങൾ എവിടെ ആയിരുന്നാലും, നിങ്ങൾ എവിടെ ഒളിഞ്ഞിരുന്നാലും അവിടേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ എൻകൗണ്ടർ ചെയ്യുന്ന യേശു ഇന്നും ജീവിക്കുന്നു.